വെറും 49 രൂപ കൊടുത്ത ചാനൽ ഡെഡ് ആയി. എന്നെ കൊണ്ട് ഇനി എന്റെ ചാനൽ മോണിറ്റൈസ് ചാനൽ അങ്ങ് പെട്ടെന്ന് റീച്ച് ആവും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, ടോപ്പിക്കിലേക്ക് നമുക്ക് നേരെ പോവാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്ക്, നമ്മുടെ പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കുന്നത് കൊണ്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമോ, നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. തുടക്കക്കാരായുള്ള കുറേ യൂട്യൂബേഴ്സിനൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പം എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുകയും വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ട കുറേ വീഡിയോസാണ്. അതൊക്കെ നിങ്ങൾ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു വലിയ ആഗ്രഹമാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്ത് എടുക്കണമെന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തുടക്ക സമയത്താണെങ്കിൽ വീഡിയോസും ഷോർട്സും ഒക്കെ ഇങ്ങനെ നിരന്തരം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ പ്രതീക്ഷിച്ച വ്യൂസ് ഒന്നും എൻ്റെ ചാനലിൽ കിട്ടുന്നില്ല. ഷോർട്സ് ഇട്ടാലും 1K വ്യൂസ്, മാക്സിമം 1K 2K ഒക്കെ കിട്ടും. വീഡിയോസ് ഇട്ടാലും ഒരു 50, 60, 200 പോകുന്നുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് ഇനി എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ചിന്തയായിരിക്കും പിന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇടുന്ന ഷോർട്സ് ഒക്കെ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണൂല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഒരു വീഡിയോ ആയാലും ഷോർട്ടൊക്കെ ആയാലും ചെയ്തിടാനായിട്ട് തോന്നുള്ളൂ. മറ്റേത് ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോൾ പിന്നെ അതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞ് പിന്നെ വീഡിയോസും ഇടില്ല, ഷോർട്ടും ഇടില്ല. ഇങ്ങനെയൊക്കെ ആയി വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഡൗട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പരിചയക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും, എന്നെ കൊണ്ട് ഇത് നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അവരും നമ്മളെ പോലെ ജസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് മോണിറ്റൈസ് ആയിട്ടുള്ള ആൾക്കാർ, ഇല്ല എങ്കിൽ ചിലപ്പോൾ 1-2 വർഷമായിട്ട് ഇതുപോലെ നമ്മളെ പോലെ ഷോർട്ടൊക്കെ ഇട്ട് തളർന്നിട്ട് മോണിറ്റൈസ് ആവാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളാണല്ലോ. ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായം ആയിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അപ്പോൾ അവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഷോർട്ടിലൂടെയോ അല്ലെങ്കിൽ വീഡിയോസിലൂടെയൊക്കെ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് പൈസ കൊടുത്ത് ചെയ്താലോ. ഇങ്ങനെയൊക്കെയുള്ള പല പല അഭിപ്രായങ്ങളും വരും. പല ആൾക്കാരും നമ്മുടെ പോലെയുള്ള ആൾക്കാരെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതന്നെ അവരുടെ ഒരു ധാരണ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ നമുക്ക് റീച്ച് ആവുമായിരിക്കും, യൂട്യൂബിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് നമുക്ക് കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ വിചാരിക്കും ചിലപ്പം പല യൂട്യൂബേഴ്സിനെ കണ്ടിട്ടായിരിക്കും, അവർ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ അല്ലേ ഇടുന്നത്, അപ്പോൾ അതുപോലെ നമുക്കും അങ്ങിട്ടാൽ അവരെ പോലെ നമുക്കങ്ങ് റീച്ച് ആയിക്കൂടാത്ത എന്താ, നമുക്ക് അത്രയും വരുമാനമൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല പല ധാരണയിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. അങ്ങനെ അവസാനം നമ്മളെ പരിചയമുള്ള നമ്മൾ അടുത്ത റിലേറ്റീവ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ അടുത്തൊരു സുഹൃത്തായിരിക്കും. ഇവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, എൻ്റെ ഒരു ഫ്രണ്ട് മോണിറ്റൈസ് ചെയ്ത് എടുത്തത് പൈസ കൊടുത്തിട്ടാണ്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പൈസ കൊടുത്ത് അങ്ങ് മോണിറ്റൈസ് ചെയ്ത് എടുക്കാം. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാനലൊക്കെ പെട്ടെന്ന് റീച്ച് ആവും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഏണിങ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ അങ്ങ് നമുക്ക് നിർത്താന്നുള്ളതല്ലേ ഉള്ളൂ. ഒരു 4000, 5000 രൂപയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൽ നിന്ന് ഈ കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് അതങ്ങ് പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പല ആൾക്കാരും വീട്ടുകാരറിയാതെയോ കൊണ്ടുവന്ന് സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ പണയം വെച്ചിട്ടോ ആരെയെന്തെങ്കിലുമൊക്കെ കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ പൈസ കൊടുത്ത് നമുക്ക് മോണിറ്റൈസ് ചെയ്ത് എടുക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് മോണിറ്റൈസ് ഇപ്പം നമ്മുടെ പിന്നെ ഗൂഗിളിലൊക്കെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, വെറും 49 രൂപ കൊടുത്താൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാം എന്നുള്ള പറയുന്ന പല ലിങ്കുകളും വരുന്നുണ്ട്. നമ്മളറിയാതെ അതിൽ ചെന്നൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ചാനൽ ഫുള്ളും ഹാക്കാവും, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവരെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇപ്പം വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ യൂട്യൂബ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിരന്തരം വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കാൻ കൊടുത്തു, എൻ്റെ സ്വർണം പണയം വെച്ചും
വീട്ടുകാരറിയാതെയൊക്കെ പൈസ ഞാൻ ഒപ്പിച്ചാണ് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി കൊടുത്തത്. പക്ഷെ എന്റെ ചാനൽ മോണിറ്റൈസ് ആയി. എനിക്ക് ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറൊക്കെ അവർ കംപ്ലീറ്റ് ആക്കി തന്നു. പക്ഷേ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് മുമ്പ് കിട്ടിയിരുന്ന എനിക്ക് വ്യൂസ് പോലും അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല, ഒരു വിവരവും തരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പ്രയാസപ്പെട്ടിരിക്കുന്ന വീഡിയോസ് വരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആ സമയത്ത് ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടോ അതോ ഇല്ലയോ, ഇങ്ങനെയുള്ള രണ്ട് വശവും നമ്മൾ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചും കണ്ടുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് കൊണ്ടുവന്ന് ആവശ്യമില്ലാതെ പൈസ അങ്ങ് കളയാൻ വേണ്ടി. അപ്പോൾ ഞാനിത് വെറുതെ നിങ്ങളുമായിട്ട് പറയുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് ചാനൽ മോണിറ്റൈസേഷൻ സംസാരിക്കുമ്പോൾ അവർ പറയും എനിക്കൊരു 5000 രൂപ തന്നാൽ ഞാൻ ചാനൽ മോണിറ്റൈസ് 1-2 ദിവസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അവർ പറയും നിങ്ങളുടെ ചാനലിൽ ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഉള്ള ഒരു ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെ പല അക്കൗണ്ടുകൾ കാണും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ അവർക്കിടയിലുണ്ട്. അപ്പോൾ അവർ പല ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഒരാൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ പല അക്കൗണ്ടുകളിലൂടെ നമ്മുടെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന 1000 സബ്സ്ക്രൈബർ അവരുണ്ടാക്കി തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 4000 വാച്ച് അവർ. ഇപ്പം 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു 4-5 കമ്പ്യൂട്ടർ കാണും. അതിൽ അവർ പല ടാബുകളും ഓപ്പൺ ചെയ്തിട്ടിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്തങ്ങിട്ടിരിക്കും. അപ്പോൾ ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയും അവർ ഇതുവഴി കംപ്ലീറ്റ് ആക്കി തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിന് പിറ്റേ ദിവസം തന്നെ അവർ മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുക്കും. അത് കഴിഞ്ഞ് 1-2 ദിവസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുത്ത് തരുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒരു പ്രയോജനം ഇതുവഴി നമുക്ക് കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിന്റെ അൽഗുരുതം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മുടെ പല വലിയ ക്രിയേറ്റേഴ്സും പറയുന്നത് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒത്തിരി വ്യൂസ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ തന്നെ യൂട്യൂബിന് അത് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവര് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നത് കുറയ്ക്കും. ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ ചാനൽ ഡെഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പല യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് മോണിറ്റൈസേഷൻ പൈസ കൊടുത്ത് ചെയ്തതിന് ശേഷം എനിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അത് യൂട്യൂബിന് തന്നെ മനസ്സിലായി കാണും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവരുടെ വീഡിയോസ് ഒക്കെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ചെയ്യുന്ന ആൾക്കാരെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ പൈസ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഉറപ്പും കൂടെ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ, അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും എന്നുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പിന്നെയും വ്യൂസും കൂടെ കൂട്ടി തരാം എന്നുള്ള ഒരു ഉറപ്പും കൂടെ അവർ തരികയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമില്ല. നമ്മുടെ പിന്നെ ആ ഒരു വ്യൂസ് കിട്ടുന്നതിനനുസരിച്ചുള്ള ക്യാഷ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈസ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ പ്രയോജനമേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് മോണിറ്റൈസ് ആക്കി തരാം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ട് പൈസ കളയരുത്. നമ്മുടെ ചാനലിന് അതുകൊണ്ട് വേറെ ഒരു പ്രയോജനവും കിട്ടുകയില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഒരു എന്ത് കണ്ടന്റ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടന്റിനെ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസും ഷോർട്സ് ഒക്കെ ഡെയിലി ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ടൈം കീപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സ്കൂളിൽ ആബ്സെന്റ് ആവുന്നത് വരെ നമ്മൾ ഇതിൽ ഒരു ഷോർട്ടോ വീഡിയോ ആബ്സെന്റ് ആവാൻ പാടില്ല. നമ്മൾ ഡെയിലി നമ്മൾ ഓരോന്നും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്നായാലും നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 1 മാസമോ 2 മാസമോ ഒക്കെ കൊണ്ട് റീച്ച് ആവുന്നവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരുന്നാലും നമ്മുടെ ചാനൽ എന്നായാലും റീച്ച് ആവും. അതിനൊരു ചിലപ്പോൾ 1 വർഷം എടുത്തിരിക്കും, 2 വർഷം എടുത്തിരിക്കും. ചില ചാനൽസിനെയൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇന്ന് ഭയങ്കര റീച്ച് ആയിട്ട് നിൽക്കുന്ന ചാനൽസിന്റെയൊക്കെ
ബാക്ക് എടുത്ത് നോക്കിയാൽ പിന്നെ അവർ ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിനൊക്കെ വളരെ കുറച്ച് പിന്നെ വ്യൂസ് ഒക്കെ കാണുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊന്നും മറ്റൊരാൾക്ക് കൊണ്ടുവന്ന് കൊടുത്ത് നമ്മൾ സ്വയം പറ്റിക്കപ്പെടാതിരിക്കുക. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇതിപ്പോ നമ്മുടെ അച്ഛനോ അമ്മയോ ഹസ്ബൻഡോ ഒക്കെ കിടന്ന് പാടുവിട്ട് ഉണ്ടാക്കുന്ന പൈസയായിരിക്കും. അത് നമ്മൾ കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കൊടുക്കരുത്, ദയവ് ചെയ്ത് കൊടുക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്പെട്ട നമ്മുടെ യൂട്യൂബിനെ പറ്റി കുറേ നല്ല നല്ല വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവും ആ വീഡിയോസൊക്കെ. നിങ്ങൾ അതൊക്കെ കയറി കണ്ട് എന്നെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ഇതുപോലെയുള്ള നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടൊക്കെ വരാം. ടാറ്റാ.